നവജാത ശിശുവിനെ നടുറോഡിലെറിഞ്ഞ് കൊലപ്പെടുത്തിയെന്ന വാർത്ത കേട്ടുകൊണ്ടാണ് കൊച്ചി ഇന്ന് ഉണർന്നത്. പനമ്പള്ളി നഗറിൽ ഇന്ന് രാവിലെ 7:45 ഏവരെയും നടുക്കുന്ന ഈ സംഭവം നടന്നത്. രാവിലെ ശുചീകരണ തൊഴിലാളികൾ റോഡ് വൃത്തിയാക്കുന്നതിനിടെ ഒരു കവർ കണ്ടെത്തുന്നു. ആ കവറിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു ഈ കുഞ്ഞിൻ്റെ മൃതദേഹം ഉണ്ടായിരുന്നത്. ജനിച്ച് അധികമായിട്ടില്ല എന്നായിരുന്നു പ്രാഥമികമായി തന്നെ പരിശോധനയിൽ തെളിഞ്ഞത്. ഉടൻ തന്നെ പോലീസിൽ വിവരമറിയിച്ചു. പ്രത്യേക അന്വേഷണ സംഘത്തെ പോലീസ് രൂപീകരിച്ചു. വണ്ടിയിൽ ആയിരുന്നു ചേട്ടൻ ആ സമയത്ത്. അന്നേരം വണ്ടിയിൽ നിന്നാണോ ഞാൻ റോഡിൽ കിടക്കണതാണ്. എന്താ കണ്ടത്? റോഡിൽ ബോഡി കുഞ്ഞ് കിടക്കണേ. കവറിലല്ല, കവറിന്റെ പുറത്ത്. എന്താണെന്ന് അപ്പം മനസ്സിലായിരുന്നു? അന്നേരം മനസ്സിലായില്ല. അടുത്ത് വന്ന് നോക്കുമ്പോഴാണ് ബ്ലഡ് കാണുന്നത്. അല്ല, നടത്തി നോക്കാനൊരു കാര്യം ഉണ്ടാവുമല്ലോ. നമ്മളൊരു പൊതി കാണുന്നു, അങ്ങനെ ചിന്തിച്ചിട്ടാണ് ഈ ആദ്യം തോന്നിയത്. പിന്നെ വണ്ടി നിർത്തിയിട്ട് മാറ്റി ഇറങ്ങി ചെന്ന് നടന്നു നോക്കാം. ഫ്ളാറ്റ് കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യഘട്ടത്തിൽ അന്വേഷണം എത്തിയത്. അതായത് ഒരു ഉയരമുള്ള സ്ഥലത്തു നിന്ന് വലിച്ചെറിയപ്പെട്ട രീതിയിലാണ് ഈ കവർ റോഡിലേക്ക് വന്ന് പതിച്ചത്. ആ സമീപത്തെ ഫ്ളാറ്റിൽ നിന്നാകാം എന്നുള്ള സംശയത്തിൽ പോലീസ് അവിടം കേന്ദ്രീകരിച്ച് തന്നെയാണ് ആദ്യഘട്ടത്തിൽ അന്വേഷണം തുടങ്ങിയത്. അവിടെ ബാത്റൂമിൻ്റെ ഉള്ളിൽ നിന്നും ബ്ലഡ് സ്റ്റെയിൻ ലഭിച്ചിട്ടുണ്ട്. അത് പ്രകാരമാണ് പോലീസ് ആ വീട്ടുകാരെ ചോദ്യം ചെയ്യുന്നത്. ആരൊക്കെയാണ് അവിടെ ഉള്ളത്? അവിടെ ഒരു അമ്മയും ഒരു പുരുഷനും ഒരു സ്ത്രീയും ഉണ്ട്. ഇവിടെ സ്ഥിരതാമസക്കാരാണോ? ഇവരിവിടെ താമസിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ യഥാർത്ഥ ഓണർ ഇനിയിപ്പോൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണോ അവരുടെ റിലേറ്റീവ്സ് ആണോ എന്നുള്ളത് നമുക്ക് തന്നെ അറിയേണ്ടതുണ്ട്. അത് സംബന്ധിച്ച് അസോസിയേഷന് ഇതുവരെയും ഒരു വിവരം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ അസോസിയേഷൻ ഭാരവാഹികളിൽ നിന്നും കിട്ടുന്നത്. ഇതെന്താണ് ആ 5C ഫ്ലാറ്റിലേക്ക് എത്താനുള്ള ഒരു ഈ കുട്ടിയുടെ ശരീരത്തിൻ്റെ അടുത്ത് തന്നെ ഒരു ആമസോണിൻ്റെ കവറുണ്ടായിരുന്നു. ഈ കുട്ടിയുടെ ശരീരം പൊതിഞ്ഞ് താഴേക്ക് എറിഞ്ഞിരുന്ന കവർ അതാണ്. ആ കവർ പൊട്ടി അവിടെ കിടക്കുന്നതിൽ നിന്നും അഡ്രസ്സ് എടുത്തിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് അഡ്രസ്സ് എടുക്കാൻ പറ്റിയത്? അതിൽ ആ അഡ്രസ്സ് ഭാഗത്ത് മുഴുവൻ ബ്ലഡ് സ്റ്റെയിൻ ഉണ്ടായിരുന്നുവെങ്കിലും ബാർകോഡ് സ്കാൻ ചെയ്ത് സാധിച്ചിട്ടുണ്ട്. ആ അതിൽ നിന്നുമാണ് പൈസ എന്നുള്ള ഫ്ലാറ്റെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. 2 സ്ത്രീകളെയും ഒരു പുരുഷനെയും കേന്ദ്രീകരിച്ച് അന്വേഷണം മുന്നോട്ടേക്ക് പോവുകയാണ് എന്നുള്ളതാണ് കമ്മീഷണർ വ്യക്തമാക്കുന്നത്. പോസിബിലിറ്റീസ് എന്ന് പറയുമ്പോൾ അത് അടുത്തിടെ പ്രസവിച്ച ഒരു കുട്ടിയുടെ മൃതശരീരമായതുകൊണ്ട് അത് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് അത് എന്തെങ്കിലും പ്രശ്നം ഉള്ള ഒരു പെൺകുട്ടിയുടെ ആവാനാണ് സാധ്യത എന്നാണ് പ്രാഥമികമായ ഒരു നിഗമനം. ഇന്ന് രാവിലെ 7:45 ഈ സംഭവം നടന്ന ഉടൻ തന്നെ ജനപ്രതിനിധികളും എല്ലാവരും സ്ഥലത്തേക്കെത്തി. ആദ്യഘട്ടത്തിൽ അവിടെയുള്ള ആശാ വർക്കർമാരോട് വിവരങ്ങൾ അന്വേഷിച്ചു. സമീപത്ത് ഗർഭിണികളായ ആരെങ്കിലും താമസിച്ചിരുന്നോ എന്നുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു. അങ്ങനെ ആരെയും കണ്ടിട്ടില്ല എന്നുള്ളതാണ് അവരിൽ നിന്ന് ലഭിച്ച ആദ്യത്തെ മൊഴി. പ്രഗ്നന്റ് ലേഡീസിന് നമ്മൾ ഇവിടെ നിന്ന് ഒറ്റ പ്രഗ്നന്റ് ലേഡീസ് ഇല്ല, രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇപ്പുറത്തുള്ള ഫ്ലാറ്റിലുള്ളവരെല്ലാവരും ഞങ്ങൾ അപ്പോൾ തന്നെ അന്വേഷിച്ചു. അവരെല്ലാവരും സുരക്ഷിതരാണ്. പക്ഷേ ഇത് ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളതും എന്താ സംഭവിച്ചെന്നുള്ളതും ഒരു പിടുത്തവും കിട്ടിയിട്ടില്ല. അറിയാൻ കഴിയുന്നതനുസരിച്ച് ഇതിപ്പോൾ ഉണ്ടായിട്ട് അധികം ആവാത്ത കുട്ടിയാണ്. ഒരു ദിവസമായിട്ടേ ഉള്ളൂ കുഞ്ഞിനെ. പൊക്കിൾക്കൊടിയൊന്നും മുറിച്ചിട്ടില്ല എന്ന് പറയുന്നത്. അതിനുശേഷം സെക്യൂരിറ്റി ജീവനക്കാരെ ചോദ്യം ചെയ്തു. അസ്വാഭാവികമായി ഒന്നും കണ്ടില്ല എന്നായിരുന്നു അവരുടെയും പ്രതികരണം. തുടർന്നാണ് ഫ്ളാറ്റിലെ ആളുകളിലേക്ക് അന്വേഷണം പോലീസ് കേന്ദ്രീകരിച്ചത്. ഇതിനിടെ കാറിൽ നിന്ന് വലിച്ചെറിഞ്ഞതാണോ എന്നൊരു സംശയവും വന്നതിനെ തുടർന്ന് ഈ CCTVയിൽ പതിഞ്ഞ ചില കാറുകൾ കേന്ദ്രീകരിച്ചും പോലീസിൻ്റെ അന്വേഷണം ഉണ്ടായിരുന്നു. എന്തായാലും വളരെ നിർണായകമായൊരു വഴിത്തിരിവിലേക്കാണ് കേസ് പോകുന്നത്. ഫ്ളാറ്റിലുള്ള താമസിച്ചിരുന്ന ആളുകളാണ് ഈ കൃത്യം നടത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് സംശയിക്കുന്നത്.